നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുമായിട്ടുള്ള തൻ്റെ കോൺട്രാക്റ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ലയണൽ മെസ്സി ഉള്ളത്. അദ്ദേഹം ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. മെസ്സി മയാമി വിടുകയാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട്. ഇന്റർ മയാമിയെ സപ്പോർട്ട് ചെയ്യുന്ന എക്സിലെ ഫാൻ പേജുകളൊക്കെ നോക്കിയാൽ കാണാം, ഈ ഒരു ആശങ്ക നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസെ അർമാൻഡോ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആസ് ഓഫ് മെയ് 1 ലയണൽ മെസ്സി ഹാസ് നോട്ട് സൈൻഡ് എ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വിത്ത് ഇന്റർ മയാമി. അപ്പോൾ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ചെക്ക് ചെയ്തപ്പോഴും ലിയോ മെസ്സി ഇന്റർ മയാമിയുമായിട്ടൊരു കോൺട്രാക്ട് സൈനിങ് നടത്തിയിട്ടില്ല, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈനിങ് നടത്തിയിട്ടില്ല. മെസ്സി മാത്രമല്ല, ദി സെയിം ഈസ് ട്രൂ ഫോർ ആൽബ, ബുസ്കറ്റ്സ്, സുവാരസ്. അപ്പോൾ 2026 ഇവരുണ്ടാവില്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നത് എങ്ങനെയാണ്? സോഫാർ മെസ്സിയും സുവാരസും ബുസ്കറ്റ്സും അവരുടെ കോൺട്രാക്ട് ഇന്റർ മയാമിയുമായിട്ടുള്ളത് പുതുക്കിയിട്ടില്ല. ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ തുടർച്ച 2026 തുടർച്ച ഇപ്പോൾ ഡൗട്ട്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡേവിഡ് മാർട്ടിനസിൻ്റെ കാര്യം. ഡേവിഡ് മാർട്ടിനസ് ലോൺ ജൂലൈയിൽ എൻഡ് ചെയ്യും. സോ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വ്യക്തതയില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. ലിയോ മെസ്സി 2026 യുഎസിൽ തന്നെ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അങ്ങനെയെങ്കിൽ വേൾഡ് കപ്പ് കളിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം യുഎസിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും എന്ന തരത്തിലൊക്കെ വിശകലനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. അതേസമയം തന്നെ അടുത്ത വർഷത്തേക്ക് അദ്ദേഹം കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല. ഇനി വരുന്ന ആഴ്ചകളിൽ അത് നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ മെസ്സി മയാമി വിടാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നുകൂടി ഇപ്പോൾ ഇന്റർ മയാമിയുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നൽകുന്ന വൃത്തങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുമ്പ് 2023 ഫോബ്സ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നു. അന്ന് ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്ന 2025 അപ്പുറത്തേക്ക് മെസ്സി ഇന്റർ മയാമിയിൽ തുടരില്ല എന്നായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.